വർഷങ്ങൾക്ക് മുമ്പ് അന്ന് ഇന്നത്തെ പോലെ പരസ്പരം മിണ്ടാനോ ചിരിക്കാനോ എന്തിനേറെ പറയുന്നു ഒന്ന് നോക്കുവാൻ പോലും സ്വാതന്ത്ര്യമില്ലാത്ത പഴയ വിദ്യാലയ തിരുമുറ്റത്തെത്തി പരസ്പരം മിണ്ടാനും ചിരിക്കാനും സന്തോഷങ്ങളും ദുഃഖങ്ങളും പങ്കുവെക്കുവാനും നമ്മളെ നമ്മളാക്കി തീർത്ത തിരുമുറ്റത്തെ നെല്ലിമരത്തിലെ മഴത്തുള്ളികളെ കുലുക്കി വീഴ്ത്തി സന്തോഷിക്കാനും സർവോപരി പഠനശേഷം ജീവിതമാർഗം തേടി പല വഴിക്ക് പിരിഞ്ഞു പോയവരിൽ സാമ്പത്തികമായും മറ്റും രക്ഷപ്പെട്ടവർ രക്ഷപ്പെടാത്തവരെ സഹായിക്കുന്നതിനും മുന്നോട്ട് വരുന്ന സന്മനസ്സുള്ളവരുടെ സഹപാഠി സംഗമം മയ്യിൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഓർമ്മകൾ 90. നമ്മുടെ കൂട്ടായ്മയുടെ പേര് പോലെ തന്നെ അതിമനോഹരമായ ഓർമ്മയാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. മഴ, നമ്മുടെ അന്ന് പഠിച്ച കെട്ടിടത്തിൻ്റെ ആ ഒരു അവസ്ഥ, അതെല്ലാം ഏതാണ്ട് അതുപോലെ തന്നെ നിലനിർത്തി കാണുന്നുണ്ട്. സ്കൂളിന് പുറത്ത് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, പക്ഷേങ്കിൽ ആ പഴയ കെട്ടിടമെല്ലാം അതേപോലെ നിലനിർത്തിയതായിട്ട് കാണാൻ വേണ്ടി കഴിഞ്ഞപ്പോൾ നല്ലൊരു സന്തോഷം തോന്നി. ഞങ്ങൾ പഠിച്ച സ്കൂള്, അതുപോലെ തന്നെ ലാബ്, ഡ്രിൽ റൂം, അങ്ങനെ പലതും അവിടെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ നിങ്ങളിപ്പോൾ ഈ കാണുന്നത് കാലം തെറ്റി പെയ്ത ഈ കനത്ത മഴയിലും നല്ലൊരു പങ്കാളിത്തം ഈ മീറ്റപ്പിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. അതും നല്ലൊരു അഭിനന്ദനങ്ങൾ തന്നെ അവർക്ക് കൊടുക്കണം. പിന്നെ മയ്യിൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കളിസ്ഥലമാണ് നിങ്ങൾ കാണുന്നത്. ഇതിൻ്റെ തലങ്ങനിയും മൈതാന മധ്യത്തിലും മൂലമുറിയും എല്ലാം ഒരുപാട് ഓടിക്കളിച്ചവരാണ് ഞങ്ങൾ. പിന്നെ 10:10 തന്നെ നമുക്ക് കഴിക്കേണ്ട ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ കണ്ണൂരിൻ്റെ ഇഷ്ട വിഭവമായ നെയ്പ്പത്തലും അതുപോലെ തന്നെ മധുരമുള്ള നെയ്യപ്പവും പിന്നെ ചായ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം വേദിക്കരികിലേക്ക് എല്ലാവരും കൊണ്ടുപോയി കൊടുത്തു. അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട പ്രവർത്തകരും കാര്യങ്ങളും ഞാൻ അടക്കാണ് കേട്ടോ. അപ്പോൾ ഈ ഇപ്പോൾ കഴിക്കുന്നത്, സജീവം കഴിക്കുന്നത് ഞാനായിരുന്നു. വീഡിയോക്ക് വേണ്ടിയെങ്കിലും ചെയ്ത് കാണിക്കേണ്ടിയിരുന്നത്, പക്ഷേങ്കിൽ ചില പ്രശ്നങ്ങൾ കാരണം ഞാൻ ഇന്ന് കൂട്ടുകാരെ കൊണ്ട് കഴിപ്പിക്കുകയാണ് ചെയ്തത്. പിന്നെ ഭയങ്കരമായ ഒരു ഉദ്ഘാടന പ്രസംഗം അല്ലെങ്കിൽ അധ്യക്ഷ പ്രസംഗം അങ്ങനെയൊന്നും ഈ മീറ്റപ്പിൽ ഉണ്ടായിരുന്നില്ല. ഈ കൂട്ടായ്മേനെ കൊണ്ട് ആർക്കൊക്കെയാണോ അത്യാവശ്യമെങ്കിലും ഉപകാരങ്ങൾ കിട്ടിയിട്ടുള്ളത്, അപ്പോൾ അവരെല്ലാം അവരുടെ ആ ഒരു നന്ദി സൂചകമായിട്ടുള്ള കുറച്ച് വാക്കുകൾ രേഖപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. പിന്നെ നമ്മുടെ അനുഭവങ്ങൾ, കുട്ടിക്കാലത്തെ അനുഭവങ്ങൾ ഒരുപാട് ആളുകൾ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതുപോലുള്ള നർമ്മ സല്ലാപങ്ങൾ നമുക്കവിടെ കാണാൻ വേണ്ടി കഴിഞ്ഞു. പിന്നെ നമുക്ക് അവിടെ ഉണ്ടായിരുന്നത് ഒരു അനുമോദന ചടങ്ങാണ്. നമ്മുടെ ഈ കൂട്ടായ്മയിലുള്ള മക്കൾക്ക് പിന്നെ LSS USS സ്കോളർഷിപ്പിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയതിൻ്റെ അനുമോദനം. അതെല്ലാം മറ്റുള്ള ആളുകളൊന്നും ഇടപെടുത്താതെ രക്ഷിതാക്കൾ തന്നെ കൈമാറുകയാണ് ഉണ്ടായിട്ടുള്ളത്. പിന്നെ സമ്മാന പദ്ധതി ഓരോ 1 മണിക്കൂർ കൂടുമ്പോഴും ഒരു നറുക്കെടുപ്പ്. അവിടെ അത്രത്തോളം ആളുകൾ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അവരുടെ രജിസ്ട്രേഷൻ നമ്പർ ഉപയോഗിച്ച് ഉള്ള സമ്മാന പദ്ധതി നറുക്കെടുപ്പാണ്. അതും അവിടെ നടന്നു കഴിഞ്ഞു. അതിൻ്റെ സമ്മാന വിതരണവും പരസ്പരം കൈമാറുകയാണ് ചെയ്തത്. തുടർന്ന് അങ്ങോട്ടേക്ക് കുട്ടികൾ അവതരിപ്പിക്കുന്ന കലാപരിപാടികളാണ്. അതുകൂടാതെ ഓണസദ്യയുടെ കാര്യങ്ങളും ഫോട്ടോ എടുക്കലെല്ലാം കഴിഞ്ഞതിന് ശേഷം ഓണാഘോഷ പരിപാടികളും സമ്മാന ദാനവും നിങ്ങൾക്ക് ഈ വീഡിയോയിൽ തുടർന്ന് അങ്ങോട്ടേക്ക് കാണാനുണ്ട്. അതുകൊണ്ട് വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ തുടർന്ന് കാണുക, സപ്പോർട്ട് ചെയ്യുക. തെളിയുമ്പോൾ ഉണരുന്നു എന്നിലെ മോഹങ്ങൾ കൃഷ്ണ തുളസി കുട്ടികളുടെയും മുതിർന്നവരുടെയായിട്ടുള്ള കുറച്ച് കലാപരിപാടികൾക്കും സമ്മാന പദ്ധതി നറുക്കെടുപ്പിനെല്ലാം ശേഷം നടന്ന ഒരു സവിശേഷത ഇതായിരുന്നു. വാഴ ഇല മുതൽ ഉപ്പേരി തൊട്ട് പച്ചടി, അച്ചാറ്, സാമ്പാർ, അങ്ങനെ ലാസ്റ്റ് പപ്പടം, പഴം വരെയുള്ള കെങ്കേമമായ ഒരു ഓണസദ്യയായിരുന്നു. ആ ഒരു ഓണസദ്യ കഴിക്കുന്നത് നിങ്ങൾ ആസ്വദിച്ച് കാണുക.
കായിക മത്സരങ്ങളും അതിനുള്ള സമ്മാനദാനവും എല്ലാം നടന്നു കഴിഞ്ഞ ശേഷം ഓർമ്മകൾ 90-ലെ മുഴുവൻ അംഗങ്ങൾക്കും ഒരു പ്രത്യേക ഗിഫ്റ്റ് ഉണ്ടായിരുന്നു. ഭക്ഷണം പാകം ചെയ്യാൻ പാകത്തിനുള്ള ഒരു പാത്രമാണ്. അത് പേര് വിളിക്കുന്നതിനനുസരിച്ചിട്ട് എല്ലാവരും കൈപ്പറ്റി മടങ്ങുന്നതെല്ലാം നിങ്ങൾ കാണുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ള ഒരു സമയമായി. വീണ്ടും 3 വർഷത്തിന് ശേഷം നമുക്ക് വീണ്ടും ഒത്തുകൂടാം എന്നുള്ള ആ ഒരു ചർച്ചകൾക്കും കൂട്ടപ്പിരിയലുകളെല്ലാം നിങ്ങൾ കാണുന്നത്. വീണ്ടും ഒരു വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും ബൈ ബൈ.